ത്രൂ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് നമ്മളിലെ ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും അടിസ്ഥാന തത്വം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ത്രൂ ഹയർ എഡ്യൂക്കേഷൻ. ഈ ഹയർ എഡ്യൂക്കേഷന് നമ്മളുടെ മുമ്പിലുള്ള അത്താണി, അത് തന്നെയാണ് ഞാൻ വാക്ക് ഉപയോഗിക്കുന്നത്, നമ്മളുടെ മുമ്പിലുള്ള അത്താണി ഇഗ്നോവാണ്. ആ ഇഗ്നോയില് നമുക്ക് കിട്ടുന്ന പഠനാനുഭവങ്ങൾ എത്രത്തോളം എന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മൾ എത്രത്തോളം നേടാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാനും അതിന് നിങ്ങളെ പ്രേരിപ്പിക്കാനുമാണ് ഈ യോഗം നമ്മൾ വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. ഹൗ ക്യാൻ ഐ സ്റ്റഡി ത്രൂ ഇഗ്നോ എന്നുള്ള വാക്ക് നമ്മൾ പറയാൻ കാരണം, ഇഗ്നോയിലൂടെ ഞാൻ എങ്ങനെ പഠിക്കും എന്നുള്ളതിന് വരുമ്പോൾ ഇഗ്നോയിൽ ഇന്നത് ഉണ്ട് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇഗ്നോയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം? ഇഗ്നോയിൽ ഇന്നത് ഉണ്ട് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ആ ഒരു ചോദ്യം ഞാൻ ചോദിച്ചാൽ ഇവിടെ സത്യത്തിൽ ഒരു വല്ലാത്ത വിഷമം നമ്മളുടെ ഇടയിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിർബന്ധമായും എഴുതിയെടുക്കുക. നിങ്ങളിലെ എത്ര പേർ ഇഗ്നോയിലെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്? അപ്പോ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നിർബന്ധമായും പുതിയ ആളുകൾ എഴുതിയെടുക്കുക. ഡൗൺലോഡ് പ്രോസ്പെക്ടസ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമിന് നിർബന്ധമായും ഒരു പ്രോഗ്രാം ഗൈഡ് ഉണ്ടായിരിക്കും. ആ പ്രോഗ്രാം ഗൈഡും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഡൗൺലോഡ് പ്രോഗ്രാം ഗൈഡ്. അടുത്തതൊന്ന് റെഗുലർലി ഡൗൺലോഡ് ചെയ്യാം. ഏതാണ് ഡൗൺലോഡ് ചെയ്യൽ എങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അത് ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ മൂന്നാമത്തത് നമ്മൾ പറയുന്നത് ഡൗൺലോഡ് ഐഡന്റിറ്റി കാർഡ്. വെരിഫൈ മൈ സ്റ്റുഡന്റ് സ്റ്റാറ്റസ്. അപ്പൊ എന്റെ അല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങളുടെ സ്റ്റുഡന്റ് സ്റ്റാറ്റസ് നിർബന്ധമായും വെരിഫൈ ചെയ്യണം. ഇപ്പൊ എത്ര എണ്ണമായി നമ്മൾ പറഞ്ഞത്? 5 എണ്ണമാണോ 6 എണ്ണമാണോ? 4 എണ്ണം. ഓക്കെ. അഞ്ചാമത്തത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ റെഗുലർ വിസിറ്റ് ഓഫ് ഇഗ്നോ പോർട്ടൽ. വിസിറ്റ് റെഗുലർലി ഇഗ്നോ പോർട്ടൽ. ഇനി നമുക്ക് ഡൗൺലോഡിലേക്ക് പോകാം. www.igno ഈ യോഗത്തിന്റെ ഇടയിൽ തന്നെ കയറി ആരും പരീക്ഷിക്കരുത്. അവസാനം യോഗം ആകെ ജാമായിരിക്കും, നെറ്റ് ജാമായിരിക്കും. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. igno.ac.in. അക്കാഡമിക്കിലെ എസിയും ഇന്ത്യയിലെ IN. അപ്പൊ igno.ac.in എന്നുള്ള ആ വെബ് അഡ്രസ്സില് ഇഗ്നോയുടെ പോർട്ടലില് റെഗുലർലി പറ്റുകയാണെങ്കിൽ ആഴ്ചയിലെ ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ പോവുക. ആൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് നിങ്ങൾ അത് റെഗുലർലി വാച്ച് ചെയ്ത് വെക്കുക. മൊബൈലിലൊക്കെ ആകുമ്പോൾ ഇപ്പൊ പുതിയ ഒന്ന് നമ്മൾ ഒരു 5 പ്രാവശ്യം ഒരു സംഗതി ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ ആയി നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ വരുന്ന മൊബൈലുകളൊക്കെ അങ്ങനെയാണ്, ഓട്ടോ ഡെവലപ്മെന്റ് ആയി അങ്ങനെ തന്നെ ഒരു ഷോർട്ട് കട്ട് ആയിട്ട് നമ്മൾ വയ്ക്കും. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോട് പറഞ്ഞാൽ ചോദിച്ചാൽ അവരത് ഷോർട്ട് കട്ട് ഉണ്ടാക്കി തരും. ഷോർട്ട് കട്ടിലൂടെ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഒരു ഷോർട്ട് കട്ടിലെ ഇഗ്നോയുടെ പോർട്ടൽ വെബ് അഡ്രസ് ഷോർട്ട് കട്ട് ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ മെയിൻ സ്ക്രീനില് നമുക്കത് അതിന്റെ ഷോർട്ട് കട്ട് ആക്കി വെക്കാം. നമുക്ക് വളരെ ഭംഗിയായി കാര്യങ്ങളിലേക്ക് ഡെയിലി പോകാം. അങ്ങനെ പോകുന്നതില് 4 ആദ്യത്തെ ഹോം എന്നുള്ള ഒന്നുണ്ട്, ഇഗ്നോ ഓൺലൈൻ എന്നുള്ളതുണ്ട്. മൂന്നാമത്തെ സംഗതി നാലാമത്തെ സംഗതി സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽ. അത് ഒന്ന് നോട്ട് ചെയ്യുക. സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽ. അതിന്റെ അകത്ത് സ്റ്റുഡന്റ് സോൺ എഴുതിയെടുത്തോളൂ. സ്റ്റുഡന്റ് സോണിന്റെ അകത്ത് 5x2 അതാണ് ഇന്നത്തെ നമ്മുടെ സുപ്രധാനമായ ചർച്ചാ വിഷയം. 5x2 എന്ന് പറയുന്നത് 5ാമത്തെ വരി
രണ്ടാമത്തെ നിര. അഞ്ചാമത്തെ വരി രണ്ടാമത്തെ നിരയിലെ സുപ്രധാനമായ ഒരു സംഗതിയാണ് ഈ റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് എല്ലാവർക്കും പ്രയാസം വരുന്ന എന്നാൽ നമുക്ക് നിർബന്ധമായും ആവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ ഈ പറയുന്ന സംഗതി. സഫ്വാൻ ബെഞ്ചിന്റെ മേലെ കയറി നിൽക്കേണ്ടി വരും കേട്ടോ, ലേറ്റ് ആയിട്ട് വന്നതിന്. ഓക്കെ, ബെഞ്ചിന്റെ മേലെ കയറി നിൽക്കേണ്ടി വരും. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് കൃത്യമായി ഓർക്കുക. അഞ്ചാമത്തെ വരി സ്റ്റുഡന്റ് സോണിൽ നമ്മൾ പോകുന്നു. സ്റ്റുഡന്റ് സോണിലെ അഞ്ചാമത്തെ വരി, ഇഗ്നോയിലെ സ്റ്റുഡന്റ് സോണിലെ അഞ്ചാമത്തെ വരി, രണ്ടാമത്തെ നിര, രണ്ടാമത്തെ കോളത്തിൽ 5x2 അല്ലെ 5/2 എന്നാണ് പറയുക. അതില് ഈ റിസോഴ്സസ്, ഇലക്ട്രോണിക് റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗ്. നമ്മൾ ആരെയും പഴിക്കേണ്ടതില്ല. ഇവയുടെ നിധി കുംഭാരമാണ്. ബി കലവറയല്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി കലവറയെ പോലെ തന്നെ അതിഗംഭീരമായ നിലവറയാണ് നമുക്ക് ഈ റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗ്. ഇനി എഴുതിക്കോളൂ, അവിടെ 12 സുപ്രധാനമായ സംഗതികളുണ്ട്. ആ 12 എണ്ണത്തിൽ 8ാമത്തത് അതിബൃഹത്തായ ഒരു സംഗതിയാണ്. അത് ഓർത്തു വച്ചോളണം. ഒന്നാമത്തത്, അപ്പൊ നമ്മളിപ്പോ പറയുന്നത് ഏതാണ്? ഈ റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗ് എന്നുള്ള ആശയത്തിന്റെ അകത്ത് നമുക്ക് 5/2 കോളത്തിന്റെ അകത്താണ് ഇത് ഉള്ളത്. ഓക്കെ, ഒന്ന് നമ്പർ 1 സാക്ഷത്. സാക്ഷത് എന്ന് പറയുന്നത് MHRDയുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ 1 സ്റ്റോപ്പ് എഡ്യൂക്കേഷൻ പോർട്ടലാണ് സാക്ഷത്. അതിന്റെ അകത്ത് എല്ലാ കണ്ടന്റിനും ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റുകള്, വീഡിയോസ്, ആർച്ചീവ്സ് എല്ലാം അതിന്റെ അകത്ത് നമുക്ക് ലഭ്യമാണ്. സാക്ഷരത എന്നുള്ള അർത്ഥത്തിൽ, അറിവ് എന്നുള്ള അർത്ഥത്തില്, ജ്ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ് ഈ സാക്ഷത് എന്നുള്ളത് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്ന പ്രധാനമായ ഒരു റിസോഴ്സ്, ഒരു മേഖല എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖല സ്വയംപ്രഭ. എഴുതിയെടുത്തോളൂ, സ്വയംപ്രഭ ചാനലിലെ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ഡെലിവറി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. തുടരെ MNotes ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏതിൽ നിന്നാണോ നമ്മൾ എടുത്തത് അതെല്ലാം കോപ്പിറൈറ്റ് ഉള്ളതായിരിക്കും. ആ കോപ്പിറൈറ്റിന്റെ മുൻകൂർ അനുവാദം വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. സ്വയംപ്രഭ ചാനലിലെ ഇഗ്നോ ലേണേഴ്സിന് വേണ്ടി കൈത്താങ് കൊടുക്കുകയാണ് MNotes. അപ്പൊ രണ്ടാമത്തെ സംഭവം സ്വയംപ്രഭ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ചാനലിലെ 17ാമത്തെ ചാനൽ മുതൽ 17, 18, 19, 20, 21 ഈ 5 ചാനൽ ഇഗ്നോയ്ക്ക് വേണ്ടി മാത്രമുള്ള ചാനലാണ്. സ്വയംപ്രഭ എഡ്യൂക്കേഷണൽ ചാനൽ. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. മൊബൈലില് ഗൂഗിളില് പോയി വെറുതെ സ്വയംപ്രഭ എന്ന് വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്താൽ ആ ചാനൽ വരും. അതിലെ 17ാമത്തെ ചാനൽ മുതൽ 21ാമത്തെ ചാനൽ വരെയുള്ള 5 ചാനൽ നമ്മൾ നിർബന്ധമായും നമ്മുടെ റിസോഴ്സസ് ആണ്. അധ്യാപകർ ക്ലാസ്സിൽ വന്നില്ല, സ്റ്റഡി സെന്റർ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നില്ല എന്ന് MNotesലെ കുട്ടികൾ, ഞാൻ ആ വാക്കാണ് പറയുന്നത്. MNotes എന്നുള്ള ഒരു ഡിസിപ്ലിൻ, MNotes എന്ന് പറയുന്ന ഒരു സ്കൂൾ, MNotes എന്ന് പറയുന്ന നമ്മുടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ വാക്ക് തന്നെ നിങ്ങൾ ഉപയോഗിച്ചോളൂ. MNotes എന്നുള്ള നമ്മുടെ സ്ഥാപനം, നമ്മുടെ സ്ഥാപനം നമ്മൾ ഇഗ്നോയിലെ സ്റ്റുഡൻസ് ആണ്. നമ്മൾ ആരെയും പഴിക്കുന്നില്ല, മറിച്ച് നമ്മൾ ഈ റിസോഴ്സസ് എല്ലാം കണ്ടെത്തി നമ്മളുടെ പഠന പ്രക്രിയ വളരെ മനോഹരമാക്കി നമ്മൾ കൊണ്ടുപോവുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ആരുടെയെങ്കിലും ഒക്കെ സപ്പോർട്ടുകളൊക്കെ കിട്ടുന്ന ആ ഒരു സപ്പോർട്ടിന്റെ കൂട്ടത്തിൽ അക്കാഡമിക് കൗൺസിലറെ ആയിട്ട് നമ്മൾ പരിഗണിച്ചു വെച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണോ മാഷെ ഇഗ്നോ അങ്ങനെയല്ല. പക്ഷെ ഇഗ്നോ ഇങ്ങനെയാണ്. ഞാൻ ഈ തരുന്നതെല്ലാം ഏതിന്റെ അകത്ത് നിന്നാണ്? അതാണ് ഏറ്റവും രസം. ഇതൊക്കെ മുബാറക് മാഷിന്റെ വക ഗിഫ്റ്റ് ഒന്നും അല്ല. ഇതെല്ലാം ഉള്ളത് ഇഗ്നോയിലെ പോർട്ടലിലാണ്.
അതാണ് അതിന്റെ പ്രത്യേകത. ഈ സംഗതികളെല്ലാം ഉള്ളത് ഇഗ്നോയിലെ പോർട്ടലിലാണ്. പക്ഷെ നമ്മൾ ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മൾ മാഷ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ബെഞ്ചിൽ പണ്ടത്തെ ട്രഡീഷണൽ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ മാഷ് വരട്ടെ അല്ലെങ്കിൽ ടീച്ചർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. മാഷ് വരുന്നില്ല, ടീച്ചറും വരുന്നില്ല. കുറെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. എന്നിട്ട് ഒരു സുപ്രഭാതത്തില് പരീക്ഷയുടെ ടൈം ടേബിൾ വന്നു. എന്നിട്ട് നമ്മൾ പഴി, ഞങ്ങൾക്കൊന്നും ഇഗ്നോ തന്നില്ല എന്നുള്ള ഒരുപാട് പഴിചാരലാണ് നമ്മളുടെ മുമ്പിൽ ഉള്ളത്. എന്നാൽ തെറ്റി. ഇഗ്നോ അതിന്റെ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അവെയർ ആവുക. നമ്മളാണ് വിഡ്ഢികളാവുക. ഈ റിസോഴ്സസ് കണ്ടില്ല എങ്കിൽ, ഈ റിസോഴ്സ് കണ്ടില്ലെങ്കിൽ നമ്മളാണ് വിഡ്ഢികളാവുക. അപ്പൊ അതിന് സ്വയംപ്രഭ ചാനൽ. മറ്റൊരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന മൂന്നാമത്തതാണ് കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ, CEC. കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ. അതും ഇതുപോലെ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷന്റെ ഒരുപാട് പ്രത്യേകതകളുള്ള, ഒരുപാട് ആർച്ചീവ്സ് വീഡിയോസ് നൽകുന്ന ഒരു മേഖലയാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ലേറ്റ് കമേഴ്സിന് വേണ്ടിയിട്ട് ഇഗ്നോയുടെ പോർട്ടൽ എഴുതിയെടുത്തോളൂ. ഇഗ്നോയുടെ പോർട്ടലിലെ നാലാമത്തെ ലിങ്കില് സ്റ്റുഡൻസ് എന്നുള്ള ആ ഒരു ലിങ്കില് ഫസ്റ്റ് ബട്ടണിലെ സ്റ്റുഡന്റ് സോൺ, ആ സ്റ്റുഡന്റ് സോണിലെ 5x2 അഞ്ചാമത്തെ വരി, രണ്ടാമത്തെ കോളം, ആ 5x2 ഉള്ളതാണ് ഈ റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗ്. ആ ഈ റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗിലെ ഒന്നാമത്തത് സാക്ഷത്, രണ്ടാമത്തത് സ്വയംപ്രഭ, 3 കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ, 4 സ്വയം. എത്ര പേർക്ക് ഇതിന്റെ അകത്ത്, ഇതിനു മുമ്പ് നമ്മൾ സ്വയത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സ്വയത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. നിങ്ങൾ അറിയുന്ന സ്വയത്തെ പറ്റി 1 മിനിറ്റ് ഒന്ന് സംസാരിക്കൂ. ഒന്ന് എന്റെ കോഅഡ്മിന്മാർ പ്ലീസ്, 1 മിനിറ്റ് സംസാരിക്കൂ. സ്വയം ഒന്ന് സംസാരിക്കൂ. എന്താണ് സ്വയം? SWAYAM. പ്ലീസ് സംസാരിക്കൂ. ആരും കേട്ടിട്ടില്ലേ? സെൽഫ് ആണ് സാറേ. അല്ല, സ്വയം എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. സ്വയം എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ്, ഒരു റിസോഴ്സ് ഉണ്ട്. അതാരും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു തന്നതാണല്ലോ സ്വയം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു തന്നതാണ്. ആർക്കും ഒരു ഐഡിയ ഇല്ല. ഓക്കെ, ടെക്നിക്കായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ, നിങ്ങൾ ആരെങ്കിലും 1-2 പേർ മാത്രം ഞാൻ അനുവാദം തരികയാണ്. ഒരു സ്വയം ആപ്പ് ഒന്ന് പെട്ടെന്നൊന്ന് കാണിക്കൂ. SWAYAM സ്വയം. പെട്ടെന്നൊന്ന് എടുത്തിട്ട് അതൊന്ന് സ്ക്രീനിൽ കാണിച്ചു തരൂ മറ്റുള്ളവർക്ക് വേണ്ടി. പെട്ടെന്ന് സ്വയം. പരസ്പരം ചർച്ച ചെയ്തോളൂ. യെസ്, പരസ്പരം ചർച്ച ചെയ്തോളൂ. ആർക്കും ഒന്നും ചർച്ച ചെയ്യാനില്ലേ? ഇതിലുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിലല്ലേ വരുന്നത്? എല്ലാം ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ്. നമ്മൾ അതാണ് ഇവിടുത്തെ ആ ചോദ്യമാണ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ നാഷണൽ സ്റ്റുഡന്റ് ആണ്. അവിടെ നിങ്ങൾക്ക് അംഗീകാരം സെൻട്രൽ വേണം, പക്ഷെ മലയാളം തന്നെ വേണമെന്ന് പറഞ്ഞ് പിടിവാശി പിടിക്കരുത്. നമ്മൾ നാഷണൽ സ്റ്റുഡന്റ് ആണ്. മലയാളത്തിൽ മനസ്സിലാക്കിയാലേ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. അത് നമ്മുടേതായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടാണ്. നമ്മുടെ ലാപ്പ്, നമ്മുടെ മൊബൈല്,
നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് നമ്മളാണ് തിരുത്തേണ്ടത്. നമുക്ക് അത്രയേ അനുഭവം കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളാണ് ആ ടെക്നിക്കുകൾ സ്വയം ചെയ്യേണ്ടത്. അത് മറ്റൊരാളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കരുത്. പിന്നെ എം നോട്ട്സ് പോലുള്ള ഗ്രൂപ്പിലെ നമ്മുടെ പ്രിയപ്പെട്ട കോ അഡ്മിന്മാർ ഉള്ളത് കൊണ്ട് അവർ മലയാളത്തിൽ ക്ലാസ് തരുന്നു. അതൊക്കെ ഒരു ചെറിയ സൗകര്യമാണ് നമ്മൾ ചെയ്യുന്ന അണ്ണാൻ കുഞ്ഞിനും തന്നാലായത്. പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇതിലിപ്പോ ഒരു സബ്ജക്ട് ചേഞ്ച് ആക്കാൻ പറ്റുമോ? ഏത് സബ്ജക്ട് ചേഞ്ച് ആക്കാലോ? എത്ര മാസമായി അഡ്മിഷൻ എടുത്തിട്ട്? ഇല്ല, ഞാൻ ഈ ജനുവരിയിൽ ഇപ്പോ ഒരു 4-5 ദിവസമായിട്ടുള്ളൂ അഡ്മിഷൻ എടുത്തിട്ട്. എന്നെ പേഴ്സണലി വിളിച്ചാൽ മതി. ഇൻഡിവിജ്വൽ ഞാൻ ആയിട്ട് സാറിന് മെസ്സേജ് അയച്ചിരുന്നു. എങ്ങനെ? ഞാൻ സാറിന് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഓക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇൻഡിവിജ്വൽ മാറ്റേഴ്സ് കോമൺ ഇതിലേക്ക് ഇപ്പൊ നമ്മൾ ചർച്ചയിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കാം. ഓക്കെ, നമുക്ക് പരിഗണിക്കാം, ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഇത്രയും സംഗതികൾ 12 എണ്ണമുള്ള ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമില് പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും കൂടുതൽ പറയാനില്ല എങ്കിൽ ഞാൻ NMEICTയുടെ അകത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അല്ലെങ്കിൽ ഒരു ചോദ്യോത്തര പങ്ക്തിയിലേക്ക് നമുക്ക് കടന്നു വരാം ഓരോരുത്തർ. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ 9ാമത്തേതിലേക്ക് വിശദീകരിച്ച് ഞാൻ അതിന്റെ ഉള്ളിലേക്ക് കടന്നു വരാം. അപ്പോ ചോദ്യോത്തരം പങ്ക്തി നമുക്ക് തുടങ്ങാം. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാനുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒരാൾക്ക് 1-2 ചോദ്യം എത്ര വേണമെങ്കിൽ. പക്ഷെ ഒരു സമയത്ത് ഒരു ചോദ്യം, അതിനുള്ള ഉത്തരം, അടുത്ത ഒരു ചോദ്യം, അടുത്ത ഒരു ഉത്തരം, അങ്ങനെ നമുക്ക് കുറച്ച് ഒരു 10 മിനിറ്റ് സമയം ചെലവഴിക്കാം. ചോദിച്ചോളൂ. സാറ് ഞാൻ ഈ വർഷം അഡ്മിഷൻ എടുത്ത ആളാണ്, സിസ്റ്ററാണ്. ഇതിനു മുമ്പ് സീന മാം, മിസ് ഇന്നാ കയറുള്ളൂ. ഇന്നാണ് എനിക്ക് ഇന്നാ പറഞ്ഞുള്ളൂ. അപ്പൊ MSO ആണ്. ഇതുവരെ പുസ്തകമൊക്കെ കിട്ടി. നവംബറിൽ, ജനുവരി, ഡിസംബറിൽ പുസ്തകമൊക്കെ വന്നു. പക്ഷെ ഗ്രൂപ്പ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ എന്റെ സ്റ്റഡി സെന്റർ MSO കേരളത്തിൽ ഇവിടെ കോട്ടയത്തുള്ളതെന്ന് പറഞ്ഞു. ഞാനിവിടെ ആലുവയിലാണ്. അപ്പൊ ഒരു പ്രാവശ്യം അവര് മെയിൽ ചെയ്തു മാറ്റണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഫോം ഫില്ല് ചെയ്തു. അങ്ങനെ കൊച്ചിയിലേക്ക് മാറ്റിയെന്നും പറഞ്ഞു വന്നു. പിന്നീട് ഗ്രൂപ്പ്, പിന്നെ എന്റെ ഒപ്പം തന്നെ ഇംഗ്ലീഷ് എടുത്തവരുണ്ട്, മെയിൻ MA, അവർക്കൊക്കെ ഗ്രൂപ്പ് വന്നു. എനിക്കൊന്നും വന്നിട്ടില്ല. അപ്പൊ എവിടെയാണ്, എങ്ങനെയാ, പിന്നെ അങ്ങോട്ട് മാറ്റിയെന്നും പറഞ്ഞൊരു മെയിൽ വന്നു. പിന്നെ ഒരു ഇൻഫോർമേഷനും ഇല്ല. അപ്പൊ എന്താ, അസൈൻമെന്റ് ഒക്കെ എഴുതി തുടങ്ങി. പക്ഷെ എവിടെ സബ്മിറ്റ് ചെയ്യണം, ഗൈഡ് ആരാ, അങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പൊ ഗ്രൂപ്പ് വരുമോന്നൊന്നും അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. നല്ല ചോദ്യമാണ്. മിസ്സിന് ഞാൻ ഉത്തരം തരാം. ലൈവായിട്ട് തന്നെ നിന്നോളൂ. 1ാമത്തെ ചോദ്യം നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഐഡന്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്തോ? സ്റ്റാറ്റസ് ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റുഡന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തോ? സ്റ്റുഡന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തോ? നിങ്ങളെ പറ്റി ഇഗ്നോയുടെ പോർട്ടലിലുള്ള സ്റ്റുഡന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്തോ? അത് ചെക്ക് ചെയ്തില്ല. സ്റ്റുഡന്റ് സ്റ്റാറ്റസ് എങ്കിൽ അതൊന്ന് എഴുതിയെടുക്കും മിസ്. കൈയോടുകൂടി എഴുതിയെടുക്കും. ഞാൻ ഇപ്പൊ തന്നെ സൊല്യൂഷൻ തരാം. എല്ലാവരും എഴുതിയെടുത്തോളൂ. ആക്ടിവിറ്റി ബേസ്ഡ് പ്രോഗ്രാം ആണ്. വെറുതെ നമ്മൾ കുറെ ബടായി അടിച്ചു കൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. എഴുതിയെടുത്തോളൂ. ഇഗ്നോയുടെ പോർട്ടലിലെ സ്റ്റുഡന്റ് സോണിലെ 3x2 മൂന്നാമത്തെ വരി എല്ലാവരും എഴുതിയെടുക്കും കേട്ടോ. 3ാമത്തെ വരി, 2ാമത്തെ കോളം, രജിസ്ട്രേഷൻ സ്റ്റാറ്റസ്. രജിസ്ട്രേഷൻ സ്റ്റാറ്റസിന്റെ അകത്തേക്ക് പോയാൽ നിങ്ങൾക്കുള്ള എല്ലാം കിട്ടും. ഇപ്പൊ എന്തൊക്കെ കിട്ടിയില്ല എന്ന് പറഞ്ഞുവോ അതൊക്കെ അതിന്റെ അകത്ത് കിട്ടും. അപ്പൊ നമുക്ക് ഗൈഡിനെ കിട്ടുമോ? അതിലാരാണ്? അതൊന്നും ഇപ്പോൾ നിങ്ങൾ ബേജാറാകേണ്ടതില്ല. നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തു വെക്കൂ. നിങ്ങളുടെ സമയത്തേക്ക്, കൃത്യമായ സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തും. ഇത്രയും കാലം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഓക്കെ, ആദ്യ എൻറോൾമെന്റ് നമ്പറിലെ ആദ്യത്തെ 4 അക്കം പറയൂ സിസ്റ്ററെ. കുറ്റപ്പെടുത്തുകല്ലോ. ഇല്ല, ഞാനൊന്നും വേണ്ട, അതാണ് പറയുന്നത്. ശ്രദ്ധിക്കൂ. ഇപ്പൊ നോക്കണ്ട, അതാണ് ഇവിടുത്തെ വിഷയം. ഈ നിർത്തി പൊരിക്കാണെന്ന് തോന്നരുത് കേട്ടോ.
ദയവ് ചെയ്ത് അങ്ങനെ തോന്നരുത്. നിർത്തിപ്പൊരിക്കുകയാണ് എന്ന് ഒരിക്കലും തോന്നരുത്. ഇനി ഞാൻ പറഞ്ഞു തരാം സിസ്റ്ററെ. ആദ്യത്തെ 4 അക്കം പറഞ്ഞാൽ, ഓക്കെ, ആദ്യത്തെ 4 അക്കം പറഞ്ഞാൽ ആദ്യത്തെ 2 അക്കം വർഷത്തെയും പിന്നെ ഉള്ള 2 അക്കം മാസത്തെയും സൂചിപ്പിക്കും. നിങ്ങളുടേത് 21, 03, 04, 05, 06, 07, 08, 09, 10 അതിലേതെങ്കിലും ഒന്നായിരിക്കും ഈ ആദ്യത്തെ 4 അക്കം. 21, 03 അല്ലെങ്കിൽ 04 അല്ലെങ്കിൽ 05 അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും. അത് കണ്ട ഉടനെ ഞങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ജൂലൈ 21 കുട്ടിയാണ് എന്ന്. അപ്പൊ അടുത്ത ദിവസം മുതൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ ആദ്യത്തെ 4 അക്കം സിസ്റ്റർ പറയണം. മറ്റു പലതും നമ്മൾ ഓർത്തു വെക്കുന്നത് പോലെ ആദ്യത്തെ 4 അക്കം ഓർത്തു വച്ചാൽ വളരെ എളുപ്പമാണ്. അതൊക്കെ നമ്മുടെ ഈ രജിസ്ട്രേഷൻ ഡീറ്റെയിലിന്റെ അകത്ത് ഉണ്ട്. എൻറോൾമെന്റ്, അതിന് ID കാർഡ് എടുത്ത് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തു വെക്കും, മൊബൈലിലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. പറ്റുകയാണെങ്കിൽ 2 പ്രിന്റ് എടുത്തു വെക്കും. അതിന്റെ അകത്ത് ഈ പറയുന്ന സംഗതികളെല്ലാം ഉണ്ട്. പേര് സ്പെല്ലിംഗ് തെറ്റാതെ ഉണ്ടോ എന്ന് നോക്കണം. പ്രോഗ്രാം കോഡ് MSO എന്നുള്ളത് കാണും. ലെഫ്റ്റ് സൈഡില് അതിന്റെ മിനിമം പീരിയഡ് കാണും, അഡ്മിഷൻ ഡേറ്റ് കാണും, ലാസ്റ്റ് മാക്സിമം പീരിയഡ് കാണും. നിങ്ങൾക്ക് 4 കൊല്ലമാണ് മാക്സിമം പീരിയഡ്. 2 കൊല്ലത്തിന്റെ ഉള്ളിൽ പഠിച്ചു തീർക്കാമെങ്കിലും പഠിച്ചു തീർക്കണം എന്നുണ്ടെങ്കിൽ പോലും പല സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആസാമിലേക്ക് ട്രാൻസ്ഫർ കിട്ടി എന്ന് കരുതുക. കുറച്ച് ദിവസം വളരെ തീക്ഷ്ണമായ ചില പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടേണ്ടി വന്നു. സ്വാഭാവികമായും നമുക്ക് പഠന പ്രക്രിയയിൽ നിന്ന് മാറി നിന്നു. ഇഗ്നോ നമ്മളെ പെരുവഴിയിലാക്കുന്നില്ല. 3ാമത്തെ കൊല്ലമോ 4ാമത്തെ കൊല്ലത്തിലോ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. അപ്പൊ അത് നോക്കി ഇമെയിൽ കറക്റ്റ് ആണോ എന്ന് നോക്കുക, മൊബൈൽ നമ്പർ കറക്റ്റ് ആണോ എന്ന് നോക്കുക, ഇമെയിൽ കൃത്യമായി വരുന്നു. ഇതൊക്കെ എല്ലാവരും എഴുതിയെടുക്കണേ. ഞാൻ സിസ്റ്ററിന് ഉദാഹരണം കിട്ടിയപ്പോ അവർക്ക് പറയുന്നത് പോലെ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പൊ ഇമെയിൽ ചെക്ക് ചെയ്യണം, മൊബൈൽ നമ്പർ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും വ്യത്യാസമുണ്ട് എങ്കിൽ ഉടനെ തന്നെ നോട്ട്സിലെ മുബാറക്ക് മാഷിനെങ്കിലും അറിയിച്ചിരിക്കണം. ആരെ വേണമെങ്കിലും അറിയിച്ചോളൂ. അറ്റ്ലീസ്റ്റ് എന്നെ അറിയിച്ചാൽ ഞാൻ നിങ്ങൾക്കുള്ള ഹെൽപ്പ് ചെയ്തു തരാം. ഓക്കെ, അപ്പൊ അത് ചെക്ക് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. അവിടെ താഴെ നിങ്ങളുടെ ഏത് വർഷത്തെ സെഷൻ ആണ് എന്ന് ആദ്യം കാണും. ഫസ്റ്റ് ഇയർ അഡ്മിഷൻ ജൂലൈ 21 എന്ന് കാണും. അവിടെ ഉള്ള എത്ര കോഴ്സ് പേപ്പർ എത്ര എണ്ണം എന്നുള്ളത് കാണും. എത്ര പേപ്പർ, ആ പേപ്പറിന്റെ കോഡ് അറിഞ്ഞു വെക്കണം. അപ്പൊ ആദ്യം എന്തുണ്ടാവും? ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ, അതിന്റെ പീരീഡ്, അത് സ്വാഭാവികമായും അതിന്റെ എത്ര പേപ്പറാണ് പഠിക്കാനുള്ളത് അത്രയും പേപ്പർ. ഇത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? എന്റെ മുമ്പിൽ 2 കുട്ടികൾ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ മുമ്പിൽ 2 കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്ന് ഞാൻ അവർക്ക് വീഡിയോയിൽ വരും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഇതിന്റെ അകത്തുണ്ടാവുമായിരിക്കും. AMT 1 എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട് ഡിഗ്രിക്ക്. AMT എന്ന് പറയുന്നത് അപ്രീസിയേഷൻ ഓഫ് മാത്സ് ആണ്. AMT എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ്, ടീച്ചിങ് മാത്തമാറ്റിക്സ് ആണ്. ആ AMTയില് 6 ക്രെഡിറ്റ് തിയറി പേപ്പറും 2 ക്രെഡിറ്റ് പ്രോജക്റ്റും ഉണ്ട്. 6 ക്രെഡിറ്റ് തിയറി പേപ്പർ അവർ എഴുതി പാസ്സായി. 6 കൊല്ലം കഴിയുകയും ചെയ്തു. ഡിഗ്രിയാണ്. അവർ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല. സൈറ്റിൽ നോക്കുമ്പോൾ അവർക്കെല്ലാം കംപ്ലീറ്റഡ് എന്നാണ് കാണുന്നത്. 19 പേപ്പർ അവർക്ക് പഠിക്കാനുണ്ട്. 19 പേപ്പറും കംപ്ലീറ്റഡ് എന്നാണ് കാണുന്നത്. പക്ഷെ അവർക്കത് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. അതിൽ AMT 1 എന്ന് പറയുന്ന പേപ്പറിലെ ലാബ് എന്നുള്ള ഭാഗത്തും കൂടി മാർക്ക് വേണ്ടിയിരുന്നു. ആ ലാബ് എന്നുള്ള ഭാഗത്ത് മാർക്ക് ഇല്ല. കാരണം അവർ മാത്തമാറ്റിക്സ് ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ് എന്നുള്ളതിന്റെ 2 ക്രെഡിറ്റിന്റെ പ്രോജക്റ്റ് അവർ പോയി പ്രാക്ടീസ് ചെയ്തില്ല. അവരുടെ സ്കൂളിൽ തന്നെയാണ് പ്രാക്ടീസ്. ഒരു ടീച്ചറാണ്, അവരുടെ സ്കൂളിൽ തന്നെയാണ് പ്രാക്ടീസ്. HM സർട്ടിഫൈ ചെയ്യണം. ഇവരെ 2 ക്രെഡിറ്റ് അഥവാ 60 മണിക്കൂർ ഞങ്ങളുടെ സ്കൂളിൽ മാത്സ് ടീച്ചറായി വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു സർട്ടിഫിക്കേഷൻ, നമ്മൾ വർക്ക് ചെയ്തതിന്റെ ആ ഡോക്യുമെന്റ്,
അതിന്റെ പല രീതിയിൽ എഴുതി വച്ചിട്ടുള്ള അസൈൻമെന്റ് പോലെ ആ ഡോക്യുമെന്റ് പ്രോജക്റ്റ് റിപ്പോർട്ട്, ആ പ്രോജക്റ്റ് റിപ്പോർട്ട് ഡൽഹിയിലേക്ക് അയച്ചു കൊടുത്തിരുന്നു എങ്കിൽ അവർക്ക് ഡിഗ്രി കിട്ടുമായിരുന്നു. ഇപ്പൊ അവർക്ക് ഡിഗ്രി കിട്ടാൻ സാധ്യതയില്ല. കാരണം പാറ്റേൺ മാറിപ്പോയി. ഇപ്പൊ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം വന്നു. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഈ AMT എന്ന് പറയുന്ന പേപ്പർ ഇല്ല. അവരുടെ 6 കൊല്ലം കഴിയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ 19 പേപ്പറിൽ 18 പേപ്പറും അവർ പാസ്സായി. ആ ഒരു പ്രോജക്റ്റ് ചെയ്തില്ല. ആ ഒറ്റ കാരണം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടിയില്ല. കാരണം എന്താ? പറയൂ, കാരണം എന്താ? ആരെങ്കിലും പറയൂ. അവർ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് നോക്കിയില്ല. അവർ പ്രോഗ്രാം ഗൈഡ് വായിച്ചില്ല. അവർ പ്രോജക്റ്റ് മാനുവൽ കണ്ടിട്ട് പോലുമില്ല. അതാണ് 1ാമത്തെ ദിവസം മുതൽ മുബാറക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ പ്രോജക്റ്റ് ഗൈഡ് നോക്കണം, പ്രോഗ്രാം ഗൈഡ് നോക്കണം, പ്രോസ്പെക്ടസ് വായിക്കണം. പ്രോസ്പെക്ടസിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്റെ മുമ്പിൽ പ്രോസ്പെക്ടസ് ഉണ്ട്. ഡിഗ്രിയുടേത് ഞാൻ എടുക്കുന്നു. കൃത്യമായി ഇതാ ഡിഗ്രിയുടെ എടുത്തു. ഇവിടെ AMT1 അവിടെ പ്രോജക്റ്റ് 2 ക്രെഡിറ്റ് എന്നുള്ളതുണ്ട്. പ്രോജക്റ്റ് 2 ക്രെഡിറ്റ്, 2 ക്രെഡിറ്റ് പ്രോജക്റ്റ് എന്നുള്ളത്. പക്ഷെ അവരത് കണ്ടിട്ടില്ല. അവർ ഈ പ്രോസ്പെക്ടസ് കണ്ടിട്ടില്ല. ഈ പ്രോസ്പെക്ടസ് എന്നുള്ള മഹത്തായ ഗ്രന്ഥം അവർ കണ്ടില്ല. അത് അവരുടെ കുറ്റമാണ്, യൂണിവേഴ്സിറ്റിയുടെ കുറ്റമല്ല. എന്നിട്ട് അവരിപ്പോ പുതിയതായി ഡിഗ്രിക്ക് തുടങ്ങുകയാണ്. കാരണം ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ടീച്ചർമാരടക്കം TTC കഴിഞ്ഞിട്ടുള്ളവരെല്ലാം ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി അവർ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവർ ചെയ്യാനുള്ളത് അവർക്ക് ചെയ്യുക തന്നെ വേണം. അപ്പൊ ഇനി പുതിയ ഡിഗ്രി തുടങ്ങുകയാണ്. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റമായി എല്ലാം പുതിയ പാറ്റേൺ ആണ്. അപ്പോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം എന്ന് പറഞ്ഞത്? ഈ പറഞ്ഞ രൂപത്തില് സ്റ്റുഡന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. അതിന്റെ ഇടയ്ക്ക് സിസ്റ്റർ ഒരു കാര്യവും കൂടി പറഞ്ഞു. സിസ്റ്റർ വന്നോളൂ. സിസ്റ്റർ ഒന്നും കൂടി വന്നോളൂ. സിസ്റ്റർ മിസ്സായോ? ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഒരാൾ വന്നോട്ടെ. അടുത്ത ഒരു ചോദ്യം ചോദിച്ചോളൂ. ആ ഒന്നിലേക്ക് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണ്ട. അടുത്ത ചോദ്യം ചോദിച്ചോളൂ. യെസ്, മിസ്റ്റർ സജീവ് ഒന്ന് പരിചയപ്പെടുവോ? മിസ്റ്റർ സജീവ് കെ ഒന്ന് പരിചയപ്പെടാവോ? ആ, യെസ്. എവിടെയാണ് വീട്? വീട് ചിറ്റൂരാണ്, പാലക്കാട് ചിറ്റൂർ. ഓക്കെ സജീവ്, ഏതാണ് വർക്ക് ചെയ്യുന്നത്? എവിടെയാ? വെരി ഗുഡ്. ഞങ്ങളുടെ ഇടയിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ടല്ലോ, വളരെ നന്നായി. താങ്ക് യു. ഓക്കെ, ഏതാണ് പ്രോഗ്രാം ചെയ്യുന്നത്? എൻവയോൺമെന്റ് സയൻസ്. MSc ആണോ? MSc. നമ്മൾ ഇടക്ക് സംസാരിച്ചിരുന്നു അല്ലെ 2 ദിവസം മുമ്പ്? കുറെ ദിവസം മുമ്പ്. ഓക്കെ. എങ്ങനെ പ്രോഗ്രാമുകളൊക്കെ ഭംഗിയായി പോകുന്നുണ്ടോ? പഠന പ്രക്രിയ പോകുന്നുണ്ട് സാറേ, കുഴപ്പമില്ല. ബുക്കൊക്കെ എടുത്ത് തുടങ്ങി. ഓക്കെ. നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു മോട്ടിവേഷണൽ ടോക്കാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഊഷ്മളമായ അഭിനന്ദനങ്ങൾ. ഓക്കെ. ഇനി അടുത്ത ഒരാളുടെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മിസ്റ്റർ സജീവ്, സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാറേ ഒരു സംശയം. സാറേ ഇതിന്റെ വീഡിയോ ക്ലാസ് ഓൺലൈൻ ക്ലാസ് കിട്ടാൻ വഴിയുണ്ടോ? അവൈലബിൾ ആണ്. അതാണ് ഇത്രയും ഇന്നത്തെ ക്ലാസ് തന്നെ അതാണ്. ഈ റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗ്. താങ്കൾ ഇപ്പോഴേ കയറി വന്നിട്ടുള്ളൂ. കാരണം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് കയറി വന്ന് കുളിച്ച് നമ്മളൊന്ന് ഫ്രഷ് ആയിരിക്കുന്നത്. അതെ. ജസ്റ്റ് ഇതിന്റെ വീഡിയോ റെക്കോർഡിംഗ് നമ്മൾ യൂട്യൂബിൽ പ്രക്ഷേപണം ചെയ്യും. 12 പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം തന്നെ ഹൗ ക്യാൻ ഐ സ്റ്റഡി ത്രൂ ഇഗ്നോ എന്നാണ്. ഇഗ്നോയിലൂടെ ഞാൻ എങ്ങനെ പഠിക്കും എന്നുള്ളതാണ്.
അതിന് നമ്മൾ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതിയാണ് സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസില് സ്റ്റുഡന്റ് സപ്പോർട്ടില് 5x2 ഈ റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗ്. ആ ഈ റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗില് 12 തരം കാറ്റഗറി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതില് കോടിക്കണക്കിലെ ഇൻഫർമേഷൻസ് റിസോഴ്സസ് അതിന്റെ അകത്തുണ്ട്. നമുക്ക് കോടിയൊന്നും വേണ്ട, ഒരു 10 എണ്ണം എടുത്ത് പഠിച്ചാൽ മതി. പല അർത്ഥത്തിൽ അതിന്റെ അകത്തുണ്ട്. ഓക്കെ, നമ്മൾ അത് ഭംഗിയായിട്ട് ചെയ്യാം. മെറ്റീരിയൽസ് അതിന്റെ അകത്തുണ്ട്. ഓക്കെ, ഈ റിസോഴ്സ് എന്നുള്ളത് വാച്ച് ചെയ്തോളൂ. ഓക്കെ, ഈ റിസോഴ്സ്. ഓക്കെ, യെസ്, ഈ റിസോഴ്സ്. അയ്യോ, ഇനി ഈ മീറ്റിംഗ് കഴിയുന്നത് വരെ ഒന്നും കൂടി പൂർണ്ണമായി ഇരുന്നാൽ താങ്കൾക്ക് വളരെ നന്നായി മനസ്സിലാവും. അടുത്തൊരു ചോദ്യം, അടുത്ത ഒരാൾ. സർ, ഇത് മഞ്ജുളാണ്. ടീച്ചർ. സർ, ഇപ്പൊ ഇനി അസൈൻമെന്റ് എഴുതണം.